യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവർ, ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കുരിശിൻ്റെ വഴിയിലെ 11ാം സ്ഥലത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഭാഗമാണ് നമ്മളവിടെ ധ്യാനിക്കുന്നത്. ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ ഇപ്രകാരം വരികളുണ്ട്: ആണിപ്പഴുതുകളിലേക്ക് അവൻ്റെ കൈക്കാലുകൾ വലിച്ചു നീട്ടിയെന്ന്. അതിനർത്ഥം ആ കുരിശിൽ അവർ ആണിക്കുള്ള പഴുതുകൾ ഇട്ടിരുന്നു. അതെത്തുവോളം കർത്താവിൻ്റെ കരങ്ങളും കർത്താവിൻ്റെ പാദങ്ങളും അവർ വലിച്ചു നീട്ടി എന്നാണ് പറയുന്നത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ആ രംഗമൊക്കെ നമ്മളെ കരളലിയിപ്പിക്കുന്നൊരു ഭാഗമാണ്. നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് വരും അത് കണ്ടു കഴിഞ്ഞാൽ. ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അതെല്ലാം ഏറ്റെടുത്തത്. നമ്മൾ ഈ ഭാഗം കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ധ്യാനിക്കുമ്പോൾ ചിന്തിക്കണം, നമ്മൾ ഇന്നോളം നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്തുള്ള പാപങ്ങൾക്ക് കൂടി ഈശോ അവിടെ പരിഹാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കരങ്ങൾ അനുഗ്രഹത്തിൻ്റെ കരമായിട്ട് മാറണം. നമ്മുടെ പാദങ്ങൾ കൊണ്ട് ചെയ്യുന്ന പാദങ്ങൾ, നമ്മൾ ഈശോ ആഗ്രഹിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ? പാപ വഴികളിലൂടെ നടന്നിട്ടുണ്ടോ? അത് ഈശോയുടെ പാദങ്ങൾക്കെതിരായ പാപമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം, നമ്മുടെ കരങ്ങൾ ഇനി മുതൽ ശുദ്ധമായിരിക്കട്ടെ, അനുഗ്രഹത്തിൻ്റെ കരങ്ങളായിട്ട് മാറട്ടെ. അതുപോലെ ഈശോ ആഗ്രഹിക്കുന്നിടത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എവിടെ നന്മയുണ്ടോ അവിടേക്ക് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പാപവഴികൾ, അങ്ങോട്ടുള്ള യാത്രകൾ, സഞ്ചാരം നമുക്ക് ഉപേക്ഷിക്കാം. രണ്ടാമതായിട്ട് അച്ഛൻ ഇന്ന് ദിവസം നിങ്ങളോട് പറയാനുള്ളത്, ഈശോ കുരിശിൽ കിടക്കേണ്ട സമയം മുഴുവൻ കുരിശിൽ കിടന്നു. വേണമെങ്കിൽ മാലാഖമാരൊക്കെ വന്ന് ഈശോ അവിടെ നിന്ന് രക്ഷിക്കുമായിരുന്നു. ഈശോ പറഞ്ഞാൽ മതി, ഈശോ രക്ഷിക്കുമായിരുന്നു. പക്ഷേ ഈശോ അങ്ങനെ ചെയ്തില്ല. കുരിശിൽ കിടക്കേണ്ട സമയം ഈശോ വേദനയോടെ കുരിശിൽ കിടക്കുക തന്നെയാണ് ചെയ്തത്. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ചില സഹനങ്ങൾ, വേദനകൾ, രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എണീറ്റോടാൻ തോന്നും, ജീവിതം അവസാനിപ്പിച്ചാലോ തോന്നും. ചിലപ്പോൾ നിരാശ വരും, മടുത്തു എന്നൊരു ചിന്തക്ക് വരും. പ്രിയപ്പെട്ട മകനെ, മകളെ, നിനക്ക് ഈ ലോകത്തിൽ ദൈവം അനുവദിക്കുന്ന കുരിശ് എന്താണോ ആ കുരിശിൽ ദൈവം അനുവദിക്കുന്ന സമയം നീ കിടക്കണം, ഓടിപ്പോകരുത്. കിടക്കുമ്പോഴാണ് അനുഗ്രഹമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ദൈവം അനുവദിച്ച കുരിശ് എന്താണോ ആ കുരിശിൽ ദൈവം അനുവദിക്കുന്ന സമയം കിടക്കാനുള്ള വലിയ സഹനശക്തിക്കും കൃപയ്ക്കും അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. നാളിതുവരെ നമ്മൾ കൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക, നമ്മുടെ കരങ്ങൾ വിശുദ്ധമാകട്ടെ. ഈശോ ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ഈശോ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് പാദങ്ങൾ വെച്ച് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു കുരിശിൽ ദൈവം അനുവദിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ കിടക്കാൻ നമുക്ക് പറ്റട്ടെ. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കുരിശിൽ കിടന്നതുപോലെ ദൈവപിതാവ് ഞങ്ങൾക്ക് അനുവദിക്കുന്ന സമയം കുരിശിൽ കിടക്കുവാൻ, സഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപയും വലിയ ശക്തിയും തരണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.